നാണയം കൊണ്ട് നിങ്ങൾ ഒരു മഴുവും ഒരു കയറും വാങ്ങിക്കുക. അപ്പോ ചെരുപ്പിന് 2 ദിർഹം കിട്ടി, ഒരു മഴുവിനും കയറിനും കൂടെ 1 ദിർഹം മതി. അപ്പൊ മനസ്സിലായി ആ ചെരുപ്പിന്റെ വിലയല്ല സ്വഹാബിമാര് കൊടുത്തിട്ടുണ്ട്. 1 ദിർഹം കൊണ്ട് നിങ്ങൾ ഒരു മഴു വാങ്ങണം, ഒരു കയറും വാങ്ങണം. രണ്ടാമത്തെ ദിർഹം കൊണ്ട് നിന്റെ വീട്ടിലെ മക്കൾക്കും ഭാര്യക്കും വേണ്ട ഭക്ഷണം, ഒരാഴ്ചത്തേക്കുള്ള ഖുബ്സ് നീ വാങ്ങിച്ചു കൊടുത്തോളൂ 1 ദിർഹം കൊണ്ട്. അപ്പൊ ആ ചെരുപ്പിന് എത്രയായിരിക്കും വില ആലോചിച്ച് നോക്കി. 1 ദിർഹം കൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് കിട്ടുന്നുണ്ട്, ഒരു മഴുവും ഒരു കയറും കിട്ടും 1 ദിർഹമിന്. ഈ 2 ദിർഹമാ ഈ യൂസ് ചെയ്ത ചെരുപ്പിന് വില കിട്ടിയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഞാൻ മിസ്കീനാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു വന്ന ആരോഗ്യമുള്ള ഒരു മനുഷ്യനോട് നബി തങ്ങൾ ആ മനുഷ്യനോട് മഴു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഇലൽ മകാനിൽ ഫുലാനി വഹ്തതിബ്, ആ മലയോരത്തേക്ക് പോയിക്കോ. തങ്ങളൊരു പേര് പറഞ്ഞു, അവിടെ വിറക് കിട്ടും, ആ വിറക് നീ കൊത്തി നുറുക്കി പാകമാക്കി കെട്ടാക്കിയിട്ട് കൊണ്ടുവാ. ഇനി ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ നിന്നെ കാണാൻ പാടുള്ളൂ. അങ്ങനെ ആ മനുഷ്യൻ വിറക് ശേഖരിക്കാൻ തുടങ്ങി. ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം വീട്ടിലുണ്ടല്ലോ. വിറക് ശേഖരിച്ച് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുന്നിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ, വിറക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വഹാബിമാരോട് ചോദിച്ചു, വിറക് ആവശ്യമുള്ളവർ ഇയാളിൽ നിന്ന് വാങ്ങിക്കണം. അദ്ദേഹം കൊണ്ടുവന്ന ഒരു കൊച്ചുകെട്ട് വിറകിന് 1 ദിർഹം എന്ന് വില കിട്ടി, 1 വെള്ളി നാണയം. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിൽക്കുകയാണുണ്ടായത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഇപ്പോൾ മൂലധനമുണ്ട്, 1 ദിർഹം ലാഭവുമുണ്ട്. അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും നീ വിറക് ശേഖരിക്കണം. ജനങ്ങളുടെ മുമ്പിൽ യാചിച്ച് എന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞു വരരുതേ എന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് മാതൃകയാകത്തക്ക വിധം നമ്മെ ബോധിപ്പിക്കുന്ന വിധത്തിൽ ജോലി ചെയ്യാതെ വെറുതെ കുത്തിയിരിക്കരുത്. മനുഷ്യൻ അധ്വാനിക്കണം. എവിടെയാണ് ഹലാലായ ജോലിയുള്ളത് എന്ന് അന്വേഷിക്കണം. ഹലാല് കിട്ടിയാൽ അത് എന്റെ സ്റ്റാറ്റസിന് യോജിക്കില്ല എന്നൊന്നും പറയല്ലേ. അള്ളാഹു ഹലാലായ അന്തസ്സുള്ള ഒരു ജോലി തരപ്പെടുത്തി തരുന്നത് വരേക്കെങ്കിലും യാചനയില്ലാതെ ജീവിക്കാൻ സ്വന്തം വിയർപ്പിന്റെ അധ്വാനം കൊണ്ട് ജീവിക്കണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം